ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മുൻപ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ചിലയിടങ്ങളിൽ കലാപം നയിച്ച് നാട്ടുരാജാക്കന്മാരെയും ഭൂപ്രഭുക്കന്മാരെയും കുറിച്ചുള്ള വിവരങ്ങളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. 1 ഔധ് രാജാ ചേത് സിംഗ്, 2 കർണാടക വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, 3 മലബാർ കിത്തൂർ ചെന്നമ്മ. ശരിയുത്തരം 1 3. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാത്തവരോ ആയ കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഉഷസ്, ചിസ്പ്ലസ്, സുകൃതം, സ്നേഹപൂർവം. ശരിയുത്തരം സ്നേഹപൂർവം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവിഭാഗമേത്? ഥാർ മരുഭൂമി, മാൽവ പീഠഭൂമി, ബ്രഹ്മപുത്ര സമതലം, ഉപദ്വീപീയ പീഠഭൂമി. ശരിയുത്തരം ഉപദ്വീപീയ പീഠഭൂമി. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1 ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്താണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 2 ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് ധാക്കയിലാണ് ഈ സംഘടന രൂപീകരിച്ചത്. 3 1907 കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം ധാക്കയിലായിരുന്നു. ശരിയുത്തരം 1 2. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്ന പ്രദേശമേത്? അസം, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, സിക്കിം. ശരിയുത്തരം അസം. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. കുന്തിപ്പുഴ, തൂതപ്പുഴ, ചാലിയാർ, ചാമ്പാർ. ശരിയുത്തരം തൂതപ്പുഴ. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. മഹാനദി, ഗോദാവരി, നർമ്മദ, സബർമതി. ശരിയുത്തരം ഗോദാവരി. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം. സാഞ്ചി സ്തൂപം, റാണികി വാവ്, മംഗൾയാൻ, ചെങ്കോട്ട. ശരിയുത്തരം ചെങ്കോട്ട. ഇവയിൽ പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? കൽക്കരി, സൗരോർജം, ജലവൈദ്യുതി, തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി. ശരിയുത്തരം കൽക്കരി. ചുവടെ പറയുന്നവയിൽ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമേത്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, വടക്കൻ സർക്കാസ്, ഭൂജ് തീരം. ശരിയുത്തരം വടക്കൻ സർക്കാസ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്, പ്ലേഗ്, ക്ഷയരോഗം, കുഷ്ഠരോഗം. ശരിയുത്തരം ടൈഫോയിഡ്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെത്താൻ അറബിക്കടലിലൂടെ ഏകദേശം എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? 75 കിലോമീറ്റർ, 120 കിലോമീറ്റർ, 210 കിലോമീറ്റർ, 300 കിലോമീറ്റർ. ശരിയുത്തരം 300 കിലോമീറ്റർ. താഴെ പറയുന്ന നദികളിൽ ഹിമാലയൻ നദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1 ഗംഗ, 2 ബ്രഹ്മപുത്ര, 3 മഹാനദി, 4 സിന്ധു. ശരിയുത്തരം 3 മാത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഹിന്ദുസ്ഥാൻ ടൈംസ്, സംവാദ് കൗമുദി, യുഗാന്തർ, തത്വബോധിനി പത്രിക. ശരിയുത്തരം സംവാദ് കൗമുദി.
ദ്വീപ സമൂഹങ്ങളുടേതുൾപ്പെടെ ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ ഏകദേശ നീളം എത്ര? 3100 കിലോമീറ്റർ, 5200 കിലോമീറ്റർ, 7516 കിലോമീറ്റർ, 8100 കിലോമീറ്റർ. ശരിയുത്തരം 7516 കിലോമീറ്റർ. മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? കർണാടകം, കേരളം, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. ശരിയുത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമേത്? ഹിമാലയൻ നിര, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പശ്ചിമതീരം. ശരിയുത്തരം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിദ്ധമായ സൂറത്ത് വിഭജനം നടന്ന വർഷം? 1910, 1909, 1907, 1908. ശരിയുത്തരം 1907. സിന്ധു, സത്ലജ് എന്നീ നദികൾക്കിടയിൽ വരുന്ന ഹിമാലയത്തിന്റെ ഭാഗമറിയപ്പെടുന്ന പേര്? പഞ്ചാബ് ഹിമാലയം, കുമിയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. ശരിയുത്തരം പഞ്ചാബ് ഹിമാലയം. തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയുത്തരം 3. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാസഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സരോജിനി നായിഡു, ജ്യോതിറാവ് ഫുല്ലെ, പണ്ഡിത് രമാബായ്, ആനി ബസന്റ്. ശരിയുത്തരം പണ്ഡിത രമാബായി. അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ സംഗമിച്ച് ഗംഗാനദി രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ്? രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്. ശരിയുത്തരം ദേവപ്രയാഗ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? 1 സിദ്ധു, 2 കാൻഹു, 3 രാജാ ചെയ്ത് സിംഗ്. ശരിയുത്തരം 1ഉം 2ഉം. തന്നിരിക്കുന്നതിൽ നിന്നു ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവനകൾ എ. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48%. മലനാട് ബി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയാണ്. ആനമുടി സി. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ്. ശരിയുത്തരം എല്ലാം ശരി. ബച്ചും ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ്? കൈലാഷ് സത്യാർത്ഥി, സുനീത കൃഷ്ണൻ, മേധ പട്കർ, ലക്ഷ്മി അഗർവാൾ. ശരിയുത്തരം കൈലാഷ് സത്യാർത്ഥി. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമേത്? ലാറ്ററൈറ്റ്, കറുത്ത മണ്ണ്, പീട്ടുമണ്ണ്, ചെമ്മണ്ണ്. ശരിയുത്തരം കറുത്ത മണ്ണ്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത്? നഗോഡകൾ, ഭീലുകൾ, സാന്താൾമാർ, കോളികൾ. ശരിയുത്തരം നഗോഡകൾ. ഗോവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് AD 1510-ലാണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയാണ് അൽഫോൻസ ഡി അൽബുക്കർക്ക്. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചത് 1961-ലാണ്. എല്ലാം ശരിയാണ്.
ശരിത്തരം. എല്ലാം ശരിയാണ്. ഇത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഭാഗമാണ് ഉത്തരമഹാസമതലം. 5, 7, 3, 4. ശരിയുത്തരം 7. കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായി ആചരിച്ച വർഷം 2008, 2009, 2010, 2012. ശരിയുത്തരം 2010. പോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ഏതാണ്? NW1, NW2, NW3, NW4. ശരിയുത്തരം NW3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി കെ മാധവൻ നായർ, KP കേശവമേനോൻ, C ശങ്കരൻ നായർ, K കേളപ്പൻ. ശരിയുത്തരം C ശങ്കരൻ നായർ. താഴെ പറയുന്ന ഏതൊക്കെ നദികളുടെ നിക്ഷേപണ ഫലമായാണ് സുന്ദർബൻസ് ഡെൽറ്റ രൂപം കൊണ്ടിരിക്കുന്നത്? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, ചെനാബ്. ശരിയുത്തരം 1, 3. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് മഗ്നീഷ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഓക്സലേറ്റ്, കാർബൺ ടെട്രാക്ലോറൈഡ്. ശരിയുത്തരം അമോണിയം ക്ലോറൈഡ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി മൃതസഞ്ജീവനി, ജീവനി സഞ്ജീവനി, ജീവനം ജീവൻ ദീപം. ശരിയുത്തരം മൃതസഞ്ജീവനി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ മെലറ്റോണിൻ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, അഡ്രിനാലിൻ. ശരിയുത്തരം ഇൻസുലിൻ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. പെരിയാർ നദി ഉത്ഭവിക്കുന്നത് ശിവഗിരി മലകളിൽ നിന്നാണ്. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയത് എഴുത്തച്ഛനാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. ചാലക്കുടിപ്പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ്. ശരിയുത്തരം പമ്പാ നദിയുടെ പതനസ്ഥാനം അറബിക്കടലാണ്. കാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ ഇ ആയി മാറുന്നത്? പ്ലീഹ, കരൾ, അന്തസ്രാവി ഗ്രന്ഥി, ചെറുകുടൽ. ശരിയുത്തരം കരൾ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് വങ്കാരി മാതായി, സുനിത നാരായണൻ, മേധ പട്കർ, റേച്ചൽ കഴ്സൺ. ശരിയുത്തരം റേച്ചൽ കഴ്സൺ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രി, 18 ഡിഗ്രി, 25 ഡിഗ്രി, 30 ഡിഗ്രി. ശരിയുത്തരം 30 ഡിഗ്രി. താഴെ പറയുന്നവയിൽ ഏതൊക്കെ നദികളാണ് സപ്തസിന്ധുവിൽ ഉൾപ്പെടുന്നത്? 1 ചലം, 2 ചെനാബ്, 3 രവി, 4 യമുന. ശരിയുത്തരം 1, 2, 3. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? 1922, 1920, 1919, 1921. ശരിയുത്തരം 1922. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ.
ശരിയുത്തരം വൈകുണ്ഠസ്വാമികൾ. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? മൗലികാവകാശങ്ങളിൽ ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ശരിയുത്തരം മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും, ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ശരിയുത്തരം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? കോറമൻഡൽ തീരം, കൊങ്കൺ തീരം, മലബാർ തീരം, ഡെക്കാൻ പീഠഭൂമി. ശരിയുത്തരം ഡെക്കാൻ പീഠഭൂമി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? പണ്ഡിറ്റ് കറുപ്പൻ, അയ്യത്താൻ ഗോപാലൻ, അയ്യൻകാളി, പൊയ്കയിൽ കുമാരഗുരുദേവൻ. ശരിയുത്തരം പൊയ്കയിൽ കുമാരഗുരുദേവൻ. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നു നടന്ന സമാധാന കരാർ? താഷ്കെന്റ് കരാർ, സിംല കരാർ, ടൗൺഷെന്റ് നിയമം, ഇവയെല്ലാം. ശരിയുത്തരം സിംല കരാർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു നടന്ന സംഭവം ഏത്? നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, യാചനയാത്ര. ശരിയുത്തരം മലയാളി മെമ്മോറിയൽ. താഴെ പറയുന്നവയിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദിയല്ലാത്തത് ഏതാണ്? സുബൻസിരി, ഗംഗ, ദിബാങ്, ചമ്പൽ. ശരിയുത്തരം ചമ്പൽ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.